നമസ്കാരം, ഞാൻ ആന്റണി വർഗീസ്. അങ്കമാലി ഡയറീസിൽ ഞാൻ വിൻസെൻ്റ് പെപ്പെ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇതിൽ വിൻസെൻ്റ് പെപ്പയിലൂടെയാണ് കഥ പോണത്. വിൻസെൻ്റ് പെപ്പയുടെ 3 കാലഘട്ടങ്ങളിലൂടെയാണ് കഥ മുന്നേറുന്നത്. ഒന്ന് 12 വയസ്സുള്ള പെപ്പയുടെ കാലഘട്ടം, അത് കഴിഞ്ഞിട്ട് ഒരു 20 വയസ്സുള്ള അവൻ്റെ ജീവിതം, അത് കഴിഞ്ഞ് ഒരു 28 വയസ്സുള്ള അവൻ്റെ ജീവിതം. അങ്ങനെ 3 കാലഘട്ടങ്ങളിലൂടെ വികസിക്കുന്ന ഒരു കഥയാണിത്. കട്ട ലോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഥ നടക്കുന്നത് അങ്കമാലി പള്ളിയങ്ങാടി, ബസ്ലീക്ക പള്ളിയുടെ അവിടെ നടക്കുന്ന പള്ളിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നടക്കുന്ന സാധാരണക്കാരനായ ഒരുത്തനാണ് പെപ്പെ. ആ പെപ്പയുടെ ജീവിതമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കട്ട ലോക്കൽ. പിന്നെ അവൻ്റെ കൂട്ടുകാരെ പള്ളിയങ്ങാടി ഗ്യാങ് എല്ലാവരും സാധാരണക്കാരാണ്, ലോക്കൽസാണ്. അവരുടെ ജീവിതം, പച്ചയായിട്ടുള്ള ജീവിതം വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. ശരിക്കും ഏറ്റവും അവസാനം 3ാമത് വരുന്ന ലിച്ചി എന്ന കഥാപാത്രമാണ് ഈ അങ്കമാലി ഡയറീസിലെ നായിക. പുള്ളിക്കാരി അതായത് പെപ്പേനേക്കായം 3 വയസ്സിന് മൂത്തതാണ്. ഞാൻ ഈ സിനിമയിലേക്ക് പറഞ്ഞത് എനിക്ക് സിംഗപ്പൂർക്ക് പോകാൻ വേണ്ടി വിസയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ്. സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്, സുഹൃത്തുക്കളുടെ കൂടെയും ഒരുപാട് ഡയറക്ടേഴ്സിനെ കാണാൻ പോകാനൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും ശരിയായില്ല. അങ്ങനെ ഞാൻ സിംഗപ്പൂർക്ക് പോണതിൻ്റെ ഒരു 4 ദിവസം മുമ്പാണ് അങ്കമാലി ഡയറീസിലേക്ക് ഉള്ള വിളി വന്നത്. എൻ്റെ ബലിയാട് എന്ന് പറഞ്ഞാൽ ഞാൻ മഹാരാജാസ് കോളേജിൽ വെച്ച് ചെയ്ത ബലിയാട് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് ലിജോ ചേട്ടനും ചെമ്പൻ ചേട്ടനും ഇഷ്ടമായി. അങ്ങനെയാണ് എന്നെ ഓഡീഷനിലേക്ക് വിളിക്കണത്. അതിനുശേഷം ഓഡീഷൻസ് ഒക്കെ ചെയ്തു അവസാനം എന്നെ സെലക്ട് ചെയ്തു. അതിപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ പടം റിലീസായി, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ദൈവത്തിന് നന്ദി. ലിജോ ചേട്ടനെ ഞാൻ പല സ്ഥലങ്ങളിലും പല പരിപാടികളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയും വലിയൊരു ഡയറക്ടറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. പിന്നെ ലിജോ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ലിജോ ചേട്ടൻ ഞങ്ങളെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലിജോ ചേട്ടൻ മാത്രമല്ല, ഗിരീഷ് ചേട്ടനും ചീഫ് അസോസിയേറ്റ് ടിനി ചേട്ടനും ഇതിനകത്ത് കൂടെ അഭിനയിച്ച എല്ലാവരും, ഈ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും ഞങ്ങളെ ശരിക്കും സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വന്ന് പറഞ്ഞു തന്ന് നമുക്ക് പറ്റും, അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഇപ്പം അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് അങ്കമാലി ഡയറീസ്. അപ്പോൾ നമ്മുടെ പടം റിലീസായേക്കാണ് അങ്കമാലി ഡയറീസ്. അപ്പോൾ പടം കാണാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പോയിട്ട് അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും പടം കാണണം. അങ്കമാലി ഡയറീസ് കട്ട ലോക്കൽ. ഹായ്, എൻ്റെ പേര് അമൃത. ഞാൻ അങ്കമാലി ഡയറീസിലെ സീമ എന്നുള്ള റോളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹീറോയിനായിട്ട് വരും, ആന്റണിയുടെ ഓപ്പോസിറ്റ്. പിന്നെ ഇതിലെത്തിപ്പെട്ടത് ഓഡിഷൻ വഴിയാണ്. ഞാൻ സിനിമ ആഗ്രഹം പണ്ടേ ഉണ്ട്, പക്ഷേ എങ്ങനെ നമുക്ക് ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ഒരു കണക്ഷൻ അതുകൊണ്ട് എങ്ങനെ എത്തിപ്പെടും എന്നുള്ളൊരു വലിയൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. അപ്പോഴാണ് ചെമ്മഞ്ചേട്ടൻ്റെ കാസ്റ്റിംഗ് കോൾ കണ്ടത്, 3 നായികമാരെ തേടുമെന്ന്. അപ്പോൾ അതിനെ ചുമ്മാ 20th എന്ന ലാസ്റ്റ് ഡേറ്റ്, ഞാൻ അത് മെയിൽ അയക്കുന്നത് 19th ഒരു ഹോപ്പ് വേണമെന്നില്ല, ചുമ്മാ അയച്ചു നോക്കിയതാണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഓഡീഷന് വരണം എന്ന് പറഞ്ഞു. ചെന്നു. എൻ്റെ ഫസ്റ്റ് ഓഡീഷനായിരുന്നു. എനിക്ക് ചെമ്മഞ്ചേട്ടനാണ് സീനൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ ചെയ്തു. 2 പ്രാവശ്യം ആ സെയിം സീൻ ചെയ്തു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു. പിന്നെ വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു സെലക്റ്റഡ് ആണ്, സീമ എന്നുള്ള റോളാണ്, ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് 3 ദിവസത്തെ ഒരു ഓറിയൻറ്റേഷൻ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ചെയ്യുന്നതിനാണ് വിചാരിച്ചത്. കാരണം ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിത്തം ഒരു പ്രശ്നമാവുമല്ലോ, അറ്റൻഡൻസ് ഒരു പ്രശ്നമാകുന്നത് ചെയ്യാനുണ്ടാകുന്നൊരു തീരുമാനമായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങളുടെ കാസ്റ്റിംഗ് ടീമിലുണ്ടായിരുന്ന കണ്ണൻ ചേട്ടനൊക്കെ പറഞ്ഞു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കളയണം, കാരണം ലിജോ സാറിൻ്റെ മൂവിയാണ്, കളയണമെന്ന് ചെയ്താണ്. അങ്ങനെ ചെയ്താണ്. ഇപ്പോൾ സന്തോഷം. എന്തായാലും ഞങ്ങളുടെ പടം ഇവിടെ എല്ലാവരും പോയി കാണണം. എല്ലാവരും നല്ല പ്രിവ്യൂ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ്, പടത്തിന് നല്ല അഭിപ്രായമാണ്, പോയി കാണണം. Hi guys, I'm Reshma. ലിജോ സാറിൻ്റെ 5th മൂവിയിലെ അങ്കമാലി ഡയറീസിലെ ഒരു ചെറിയ നായിക വേഷമായിട്ട് അഭിനയിക്കുന്നു. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേഴ്സാണ്. നഴ്സിംഗ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയ ശേഷം ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ. അവിടുന്ന് ഒരു ഹോർഡിങ് ചെയ്തു ഫോർ പ്രൊമോഷൻ ഓഫ് രാജഗിരി. അത് കണ്ടിട്ട് ലിജോ സാറ് ചെമ്പൻ ചേട്ടനും കൂടെ ഒരു ഓഡിഷന് വിളിച്ചു. ആ ഓഡിഷൻ കണ്ട് സെലക്ട് ആയതാണ്. എനിവേ ആദ്യമായിട്ടാണ് ഒരു ഫിലിമിലേക്ക് കാലുകുത്തുന്നത്. അത് എന്താണോ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈവൻ മൂവി പോലും ഞാൻ അങ്ങനെ കാണാറില്ല.
ഫസ്റ്റ് മൂവി എല്ലാം തിയേറ്ററിൽ പോയി കണ്ടുപിടിക്കുക തന്നെ ഈ കോളേജ് കഴിഞ്ഞ ശേഷമാണ്. ഇപ്പം നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് 5 വർഷം തിയേറ്ററിൽ പോയിട്ടില്ല തന്നെ തോന്നുന്നത്. അതിന് നേരെ ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് ഞാൻ വന്നേക്കുന്നത്. അതും ലിജോ സാറിൻ്റെ ഒരു പടത്തിൽ, അതും ചെമ്പൻ ചേട്ടൻ ഫസ്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയ ഒരു പടം. ആദ്യം വന്നപ്പോൾ ഒക്കെ പേടി ഉണ്ടായിരുന്നു ചോദിച്ചാൽ ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ അവർക്ക് വേറെ മൈൻഡാണ്, എനിക്കൊരു വേറെ മൈൻഡാണ്. അപ്പോൾ എൻ്റെ ഒരു റിസ്കിലാണ് ഞാൻ വന്നത്. വിത്ത് ഫാമിലി സപ്പോർട്ടും ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഖിൽ, എല്ലാവരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. നായകനായിട്ട് വന്നത് വിൻസെൻറ്റ് പെപ്പെ, അതായത് ആൻ്റണി. ആദ്യം തന്നെ ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു, നല്ല കമ്പനി ആയിരുന്നു. ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് കയറിയപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണോ ഞാൻ ഇതിൻ്റെ അടുത്ത് വരുന്നതെന്ന് വിചാരിച്ചു. ഈവൻ ഓരോ ഷോട്ട് ചെയ്യുമ്പോൾ അത് ശരിയായില്ലെങ്കിൽ അവൻ്റെ ആയാലും എൻ്റെ ആയാലും അവൻ പറയും പേടിക്കേണ്ട, രേഷ്മ ആൻഷ്യസ് ആവേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ ഫുൾ സപ്പോർട്ടീവായിരുന്നു, നല്ലൊരു ഫ്രണ്ട് കൂടെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഈവൻ ഓൾ ഗ്രൂപ്പ് അതെ, ഫസ്റ്റ് ഫിലിമാണ്, അത് കാരണം എങ്ങനെ അഭിനയിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അത്രയും സപ്പോർട്ടിലാണ് വന്നേ. ഈവൻ എൻ്റെ റോൾ വരെ അവിടേക്ക് വന്നത് ഒരു ഭയങ്കര ട്വിസ്റ്റായൊരു ക്യാരക്ടറാണ്. നിങ്ങൾ ഫിലിം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സസ്പെൻസ് ക്യാരക്ടർ. അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹലോ, എൻ്റെ പേര് ബിന്നി. ഇതിൽ അങ്കമാലി ഡയറീസിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സഖി എന്നാണ്. സഖി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അങ്കമാലി ഡയറീസ് എന്ന് പറയുമ്പോൾ ഒരു കട്ട ലോക്കൽ ടാഗ് അങ്ങനെയുണ്ട്. എല്ലാ സംസാരിക്കുന്നവരെല്ലാം അങ്കമാലി ഭാഷക്കാരാണ്. അങ്ങനെ ഈ സിനിമയ്ക്ക് ഞാൻ തന്നെ ഡബ് ചെയ്തത്, ഞാൻ കൊല്ലംകാരിയാണ്. പക്ഷേ എൻ്റെ ക്യാരക്ടറിന് മാത്രം ഇതിന് ആ ഒരു അങ്കമാലി സ്ലാങ്ങിൻ്റെ ആവശ്യമില്ലായിരുന്നു. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്കമാലി ജനിച്ച് വളർന്ന ഒരു ക്യാരക്ടറായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ തനതായ ഒരു അങ്കമാലിക്കാരിയുടെ ഒരു ഇതൊന്നും ഇല്ല ഈ സിനിമയിൽ. നല്ലപോലെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ടാണ് ഈ മൂവി സത്യത്തിൽ ചെയ്തത്. ഞങ്ങൾക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു സീനിനെ പറ്റിയും ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരുടെ ഡയലോഗ്, അതൊക്കെ നമുക്ക് നല്ല ഫാമിലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉള്ളൊരു ഹെൽപ്പ് കൊണ്ട് നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് ഈ മൂവി ചെയ്തത്. ഞാൻ കുറച്ച് നാളായിട്ടൊക്കെ ഓഡിഷൻസിനൊക്കെ പോകാറുണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പം അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല, റിജക്റ്റഡ് ആവും. അപ്പോൾ ഇതുപോലെ കുറേ ഫ്രണ്ട്സിനെ അറിയാം, ഞാനിങ്ങനെ സിനിമയൊക്കെ ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കാസ്റ്റിംഗ് കോൾ വന്നപ്പോൾ അയച്ചു തന്നു അങ്കമാലി ഡയറീസിൽ. അപ്പോൾ ഞാൻ ഈ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് കണ്ടപ്പോൾ എനിക്ക് അയച്ചു കൊടുക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഭയങ്കര ഒരു കോൺഫിഡൻസിൻ്റെ കുറവാണ്. ഞാൻ പറഞ്ഞു എന്തിനാ അയച്ചു കൊടുക്കുക, എന്തായാലും കിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ ഞാൻ അനങ്ങിയില്ല. പിന്നെ പതുക്കെ അയച്ചു കൊടുത്തു, അവർ ഓഡിഷന് വിളിച്ചു. ഓഡിഷന് പോയിപ്പോൾ അഭിനയിച്ചപ്പം സാറ്റിസ്ഫൈഡ് ഒക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ആയിരുന്നു. കാരണം നമ്മൾ ഈ ഓപ്പോസിറ്റ് ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കുമല്ലോ. അപ്പോൾ അവരത്യാവശ്യം ഹാപ്പി അതുപോലെ തോന്നി. ഞാൻ സെലക്റ്റഡ് ആകുമെന്നൊന്നും വിചാരിച്ചില്ല, നല്ലൊരു കുറച്ചും കൂടെ വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. അങ്ങനെ അവസാനം പിന്നെ സെലക്റ്റഡ് ആയെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു വലിയൊരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. നമസ്കാരം, എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ അങ്കമാലി ഡയറീസിൽ അപ്പാൻ രീതി എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. സിനിമയിലെ മെയിൻ വില്ലനാണ്. അപ്പോൾ ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാനിവിടെ കാലടിയിൽ MA തിയേറ്റർ വിദ്യാർത്ഥിയാണ്. കോളേജിൽ വിനോദേട്ടനും സാറെല്ലാം കൂടെ ഒരു ഓഡിഷൻ നടത്തിയാണ് സെലക്ഷൻ ചെയ്തത്. അപ്പോൾ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇന്നലെ പ്രിവ്യൂ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത്. അതല്ല, നാളെ ഇനി ജനങ്ങൾ ഈ സിനിമ എങ്ങനെ എടുക്കുമെന്നുള്ള ടെൻഷനിലാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. ഒരുപാട് കാലത്തെ സ്വപ്നമാണ് നമ്മുടെ ഈ സിനിമ. ഒരുപാട് എന്താ പറയണ്ടേ, കുറേ കാലം കൊണ്ട് സിനിമയുടെ പുറകെ നടന്നിട്ട് തന്നെയാണ് ഇങ്ങനെ നല്ലൊരു അവസരം കിട്ടിയത്. അതും ലിജോ സാറിനെ പോലത്തെ ഒരു ഡയറക്ടറെ കീഴിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ മെയിൻ വില്ലനെ അഭിനയിക്കാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന് ഇപ്പോഴും നന്ദി പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നാടകം മാത്രം ചെയ്തുകൊണ്ടിരുന്ന തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മൂവിയിലെ മെയിൻ വില്ലൻ എന്ന രീതിക്ക് എത്തിയതിൽ വളരെ സന്തോഷം. കട്ട ലോക്കൽ എന്ന ടാഗ് ലൈൻ വരാൻ കാരണം അത് എന്താ പറയുക, ആക്ച്വലി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കണ്ടുപിടുത്തമാണ്. ആദ്യം ഞാനതിന് എതിരായിരുന്നു. അതായത് ഞാൻ പറഞ്ഞ കട്ട ലോക്കൽ നിന്ന് പെട്ടെന്ന് എല്ലാ ടൈപ്പ് ക്രൗഡും അത് എന്താ പറയുക, അത് സ്വീകരിക്കുമോ? ലിജോറിനില്ലടാ, അത് നമ്മുടെ പടത്തിന് ചേരുന്ന ഒരു ടാഗ് ലൈൻ അത് തന്നെയാണ്. അത് നമ്മൾ അങ്കമാലിയുടെ കൾച്ചർ പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഈ എന്താ പറയുക, ഈ പിഗ് അങ്കമാലിയുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു അവശ്യ ഘടകം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലീസിലൊക്കെ. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ദേശത്തിൽ നിന്നുള്ള കഥയും കാര്യങ്ങളും പറയുമ്പോൾ അവിടെ നടക്കുന്ന ബിസിനസ്സുകൾ, അവിടുത്തെ പല സംഭവങ്ങളൊക്കെ അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടാണ് പിഗ്. ഇല്ല അങ്ങനെ ആർക്കും വേണ്ടിയിട്ട് എഴുതിയിട്ടില്ല. നമ്മളത് എഴുതി വന്നു, ഇടയിൽ നമ്മൾ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്യാമെന്നൊരു പ്ലാൻ വന്നിരുന്നു. പിന്നെ നമ്മളത് ഡ്രോപ്പ് ചെയ്തു. വളരെ മുമ്പ് തന്നെ, ഒരു വർഷം മുമ്പ് തന്നെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നമ്മളത് വീണ്ടും അത് എഴുതി എഡിറ്റ് ചെയ്ത് സ്ക്രിപ്റ്റെല്ലാം ട്രിമ്മൊക്കെ ചെയ്ത് വന്നപ്പോൾ നമുക്കിത് പുതുമുഖങ്ങൾ വെച്ച് തന്നെ ചെയ്യുന്നൊരു ഫിലിമാണ് വളരെ നന്നായിട്ട് ബോധ്യപ്പെടുകയും നമ്മൾ അതുകൊണ്ട് തന്നെ
എന്താ പറയുക അങ്ങനെ തന്നെ ആ ഫിലിം അങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. ഇല്ല അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഞാനും ലിജോയും വളരെ അതായത് ഒരു 10-15 വയസ്സുള്ള കാലഘട്ടം മുതലുള്ള സുഹൃത്തുക്കളാണ്. പിന്നെ ഞങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പിന്നെ ഞാനീ പറയുന്ന അങ്കമാലിയും കൾച്ചറും അല്ലെങ്കിൽ അങ്കമാലിയിലെ ഈ പറയുന്ന കഥാപാത്രങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നന്നായിട്ട് അറിയാവുന്ന ഒരാൾ കൂടിയാണ് ലിജോ. അപ്പോൾ അങ്ങനെ ഒരു കെമിസ്ട്രി അതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അവൻ പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ലിജോന് മനസ്സിലാവും. അപ്പോൾ ഡെഫിനറ്റ്ലി സുഹൃത്തുക്കൾ തമ്മിൽ ചെയ്യുമ്പോൾ ഒരു ഈസിനെസ്സും കംഫർട്ട് സോണും ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൽ എന്താ പറയുക വർക്കൗട്ട് ആയിരിക്കും. ഇല്ല അങ്ങനെ ഒന്നുമില്ല. ഞാൻ എന്താ പറയുക ഇങ്ങനൊരു എന്തായാലും നമ്മൾ സിനിമയാണ് എൻ്റെ ജീവിതമാർഗം. അല്ലെങ്കിൽ ഞാൻ സിനിമയെ അത്രയധികം ഒരു പാഷനായിട്ടാണ് എൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക അതിനോട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ അങ്കമാലിയിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്താ പറയുക ഒരു 80% കാര്യങ്ങൾ ഈ ഫിലിമിൽ പറഞ്ഞതെല്ലാം നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനതെല്ലാം ചേർത്ത് വെച്ചിട്ട് പിന്നെ എൻ്റെ കുറച്ച് എന്താ പറയുക എക്സ്റ്റെൻഡഡ് വേർഷനും കൂടി ചേർത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു എഴുത്തുകാരനാവാനുള്ളൊരു ശ്രമമൊന്നും ഡെഫിനറ്റ്ലി നടത്തിയിട്ടില്ല. അല്ല, നമ്മളതിന് വ്യക്തമായ ഓഡിഷൻ നടത്തുകയും അവർക്ക് ഒരു 2 ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ലൈക്ക് എന്താ പറയുക എനിക്കറിയില്ല, ഒരു ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും ഞങ്ങൾ കണ്ടെത്തിയത് എല്ലാവരും ഒന്നിനൊന്ന് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ക്യാമറയുടെ അല്ലെങ്കിൽ ബാക്കിയുള്ള ടെക്നിക്കൽ വശങ്ങൾ അറിയാതെയുള്ള ബുദ്ധിമുട്ടുകളല്ലാതെ പെർഫോമൻസ് വൈസ് നമുക്ക് ഒട്ടും തന്നെ ഒരു രീതിയിലും നമുക്കൊരു ടെൻഷൻ അനുഭവപ്പെട്ടിട്ടില്ല. ഓഡിയൻസിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പോൾ പല ടൈപ്പ് ഇമോഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു വയലൻസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സിനിമയിൽ കുറച്ച് വയലൻസ് ഉണ്ട്, അതിൽ കൂടുതൽ പ്രണയമുണ്ട്, അതിൽ കൂടുതൽ ഹ്യൂമർ ഉണ്ട്, അതിൽ കൂടുതൽ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു തീവ്രതയും അതിൻ്റെ ഒരു ഡെപ്തും നമ്മൾ ഇത് എന്താ പറയുക ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ഏത് തരത്തിലുള്ള ഓഡിയൻസിനും കയറി കാണാൻ പറ്റാവുന്ന ഒരു സിനിമയാണിത്. അതിലിങ്ങനെ ഇപ്പോൾ ഇത് ചെറുപ്പക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ, ഫാമിലിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകൾക്ക് പറ്റില്ല, അങ്ങനൊന്നും എനിക്ക് ലിജോനെ ഇതുവരെ പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടിപ്പോൾ ആർക്ക് വേണമെങ്കിലും കയറി കണ്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു ഫിലിം. ലോക്കൽ എന്നുള്ള വേർഡാണ് ഈ പടത്തിൻ്റെ മുഴുവൻ റെഫറൻസ്. സോ സ്ക്രീനിൽ വിഷ്വലി കണ്ടാലും കേൾക്കുന്നതും സൗണ്ട് വൈസ് നമുക്കത് ലോക്കലായിട്ട് വേണമായിരുന്നു. അപ്പോൾ ഇതിൽ വി ഹാവ് യൂസ്ഡ് ദ ലോക്കൽ സിംഗർ അങ്കമാലി പ്രാഞ്ചിയേട്ടൻ. അദ്ദേഹത്തെ വിളിച്ച് പഠിച്ചു. അദ്ദേഹം പാടുന്ന സ്റ്റൈൽ തന്നെ അദ്ദേഹം ഒരിക്കലും സ്റ്റുഡിയോയിലൊന്നും പാടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ റെൻഡിഷൻ സ്റ്റൈൽ തന്നെ ലോക്കലാണ്. പിന്നെ ആ റോ ഫോമാറ്റ്, ആ ഫോക്കിഷ് ടോൺ, അത് ആ സിംഗിങ്ങിലും റെൻഡിഷനിലും ഉണ്ടായിരുന്നു. അതിൽ ബേസ്ഡാണ് ദ ഹോൾ തീം ഇഫ് യു സി. അപ്പോൾ സൗണ്ട്സ് യൂസ് ചെയ്തതൊക്കെ ഒന്നും സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ലോക്കലായിട്ട് ബാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഡ്രം റോൾസ്, അങ്ങനത്തെ ട്രംപറ്റ്സ്, ഇങ്ങനത്തെ സൗണ്ടുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെണ്ട, പിന്നെ ചെങ്ങല, അങ്ങനെ പല സൗണ്ട്സും ലോക്കലി നമ്മൾ കേൾക്കുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. അതൊക്കെയാണ് നമ്മൾ ഇതിലും ട്രാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പടം കാണുമ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ആക്ച്വലി വിഷ്വലിയും ഓഡിയോ വൈസും നമുക്ക് തോന്നും നമ്മൾ അങ്കമാലി തന്നെയാണ്. ലിജോന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് പാടുന്നത് സിറ്റി ഓഫ് ഗോഡ് എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ചെയ്തത് പ്രശാന്ത് പിള്ളയാണ്. അപ്പോൾ പ്രശാന്ത് മൊഹാന്ദ്രാണ് ഞാൻ ഐ ആം ഗെറ്റിംഗ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ലിജോ. സോ ആ കോമ്പിനേഷൻ ദെൻ ഐ തിങ്ക് ദ ഫസ്റ്റ് സോങ്, അത് എനിക്കും പ്രശാന്തും അത് നമ്മുടെ ഫേവറേറ്റ് സോങ് ആണ്. നമ്മൾ എപ്പോഴും പറയാറ് നീ അകലെയായോ എന്നായിരുന്നു ആ പാട്ട്. അപ്പോൾ അത് മുതൽക്ക് തുടങ്ങിയതാണ്. ഞാനും പ്രശാന്തും വി ഷെയർ എ ഗുഡ് ബോണ്ട് വിച്ച് വി ട്രൈ ടു റിഫ്ലെക്റ്റ് ത്രൂ ദ കോമ്പോസിഷൻസ് ഓർ നമ്മൾ ചെയ്യുന്ന മ്യൂസിക്കൽ വർക്കുന്നത് കൊണ്ടുവരാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. സോ ഏത് പടമായാലും അതിൻ്റെ ഫണ്ടമെൻ്റൽ തീമാണ് എപ്പോഴും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് ആസ് എ ഹെഡിങ് സേസ്, ആസ് എ നെയിം ഓഫ് ദ മൂവി സേസ് അങ്കമാലി ഡയറീസ്, ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് പീപ്പിൾ ലിവിങ് ഇൻ അങ്കമാലി. അപ്പോൾ പാട്ടുകളും അതുമാതിരി തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ പ്രാഞ്ചേട്ടനെ വിളിച്ചു അങ്ങനത്തെ. അപ്പോൾ ഇതിൽ ആ സ്റ്റോറീനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമാണ് പാട്ട്. അപ്പോൾ ഇതുവരെ ഒരിക്കലും ട്രൈ ചെയ്യാത്തതാണ്. ഇപ്പോൾ ഇഫ് യു സീ നോർമലി നമ്മളൊരു പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3, 4, 5 മിനിറ്റിൻ്റെ എപ്പോഴും ഉണ്ടാവാറ്.
പക്ഷേ ഇതിൽ ഇപ്പോൾ പോപ്പുലർ ആവുന്ന പാട്ട് ദോ നൈന, അയലത്തെ, ഇതൊക്കെ 2-2.5 മിനിറ്റിനുള്ളിൽ അതിനുള്ളിൽ തീരുന്നുണ്ട്. അത്രയും ചെറിയ പാട്ടുകളാണ്. അപ്പോൾ ആ എല്ലാ പാട്ടുകളും ആ മൂവിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. ആ സിറ്റുവേഷന്, ആ പെർട്ടിക്കുലർ സംഭവത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓർക്കസ്ട്രേഷൻ വൈസ് ആസ് ഐ സെഡ് ഒക്കെ മിനിമലിസ്റ്റിക് ആണ്, ഒന്നും ക്ലാസി അല്ല, ഒക്കെ ഇൻറ്റിമേറ്റ് ആയിട്ടാണ്, അതൊക്കെ നമ്മൾ ലോക്കലായിട്ടാണ് എല്ലാം. നമ്മൾ ഇൻഫാക്റ്റ് അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ മിക്സിങ് എഞ്ചിനീയറിന് കൊടുത്ത ടിപ്പ് തന്നെയാണ്, നമ്മൾ ലോക്കലായിട്ടൊരു ആൽബം മിക്സ് ചെയ്യണ പോലെ തന്നെ വേണം സൗണ്ട് എന്നാണ്